ഈ പർവ്വതനിരകൾക്ക് പറയാൻ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥകളുണ്ട്. മനുഷ്യന്റെ ഉത്ഭവത്തിന്റെയും ദൈവങ്ങളോടുള്ള ഭക്തിയുടെയും പ്രകൃതിയോടുള്ള നിസ്സഹായതയുടെയും കഥകൾ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ എവിടെയിരുന്ന് കാണുന്നു? കേരളത്തിൽ നിന്നാണോ അതോ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്നാണോ? അവിടെ സമയമെത്രയായി? പുറത്തെ കാലാവസ്ഥ എങ്ങനെ? ഈ നിമിഷം നിങ്ങൾ സുരക്ഷിതനായിരിക്കാം. എന്നാൽ ഒരു ചോദ്യം: നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും സ്വാധീനിച്ച ഒരു ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഒരു സാധാരണ സസ്യം എങ്ങനെ ലോകത്തെ അടിമപ്പെടുത്തിയെന്ന്. അതാണ് ഈ കഥ. പുകയുടെ സാമ്രാജ്യം ലോകത്തെ എങ്ങനെ കീഴടക്കിയെന്ന് ഈ യാത്രയിൽ നാം കാണും. ചിലപ്പോൾ അസ്വസ്ഥമാക്കുന്ന ഒരു സത്യം, കാരണം ഇത് നമ്മുടെ എല്ലാം കഥയാണ്. എന്നാൽ ഈ മണ്ണിൽ നിഗൂഢമായൊരു സസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരില. വെറുമൊരു ഇലയല്ല, മറിച്ചു മനുഷ്യന്റെ വിധി മാറ്റിയെഴുതാൻ കഴിവുള്ള ഒന്ന്. കൊക്ക. ആദിമ മനുഷ്യന് അതൊരു പ്രാർത്ഥനയായിരുന്നു. ദൈവങ്ങളിലേക്ക് എത്താനുള്ള വഴിയായിരുന്നു. ക്ഷീണമകറ്റി, വിശപ്പടക്കി, വേദന ശമിപ്പിച്ച ദിവ്യ ഔഷധം. ഇങ്കാ സാമ്രാജ്യത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു അത്. സൂര്യദേവന്റെ അനുഗ്രഹമായിരുന്നു. എന്നാൽ ഈ വിശുദ്ധ ഇല എങ്ങനെയാണ് ഇരുണ്ട ശക്തികളുടെയും ആഗോള ശാപത്തിൻ്റെയും മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളുടെയും പ്രതീകമായി മാറിയത്? എങ്ങനെയാണ് ഒരു സാന്ത്വനം ലോകത്തെ വിഴുങ്ങിയ ഒരു വിപത്തായി പരിണമിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള യാത്ര കാലത്തിൻ്റെ അഗാധങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയായിരുന്ന ഈ ഇല പിന്നീട് എങ്ങനെയാണ് കൊലപാതകങ്ങളുടെയും അഴിമതിയുടെയും തകർന്ന ജീവിതങ്ങളുടെയും പ്രതീകമായി മാറിയതെന്ന് നാം മനസ്സിലാക്കും. ഇത് വെറുമൊരു മയക്കുമരുന്നിൻ്റെ കഥയല്ല. ഇത് മനുഷ്യൻ്റെ അത്യാദഹത്തിൻ്റെ, അവൻ്റെ പരിധിയില്ലാത്ത ആസക്തിയുടെ, വിനാശകരമായ തിരഞ്ഞെടുപ്പുകളുടെ കഥയാണ്. കൊക്കെയിൻ ഒരു കുറ്റകൃത്യമായിട്ടായിരുന്നില്ല ആരംഭിച്ചത്. അതൊരു പ്രാർത്ഥനയായിട്ടായിരുന്നു. എന്നാൽ പർവ്വതങ്ങൾക്കും ആഡംബര ഭവനങ്ങൾക്കുമിടയിൽ എപ്പോഴോ ആ പ്രാർത്ഥന ഒരു ശാപമായി മാറി. ഈ യാത്ര നിങ്ങളെ അസ്വസ്ഥനാക്കും, ചിന്തിപ്പിക്കും. ഒരുപക്ഷെ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയേക്കാം. ആൻഡീസ് പർവ്വതനിരകളുടെ ഉയരങ്ങളിൽ, ആധുനിക ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് വളരെ അകലെ സമയം മരവിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ പ്രകൃതിയോട് ചേർന്ന് അതിൻ്റെ താളത്തിനൊത്ത് ജീവിച്ച ഒരു ജനതയുണ്ടായിരുന്നു, ഇങ്ക. അവരുടെ സംസ്കാരത്തിൻ്റെ ഓരോ അണുവിലും പ്രകൃതിയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. ഈ മരവിച്ച ഭൂപ്രകൃതിയുടെ വരണ്ട സൗന്ദര്യത്തിൽ ഒരു ചെറിയ സസ്യം അവരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരുന്നു: കൊക്ക. ഇത് വെറുമൊരു സസ്യമായിരുന്നില്ല, മറിച്ചൊരു ജീവിത രീതിയായിരുന്നു, ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു, ഒരു സംസ്കാരത്തിൻ്റെ ആത്മാവായിരുന്നു. ഒരു പ്രാർത്ഥന പോലെ, ഒരു മന്ത്രം പോലെ അത് ഇങ്കാ ജനതയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. നിഗൂഢമായ ഉത്ഭവം, ഒരു പ്രാചീന ബന്ധം. കൊക്കയുടെ ചരിത്രം ഇങ്കാ സാമ്രാജ്യത്തിന്റെ ഉത്ഭവത്തേക്കാൾ എത്രയോ പഴക്കമുള്ളതാണ്. 10,000 വർഷങ്ങൾക്ക് മുൻപേ ദക്ഷിണാമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദിമ ജനത ഈ ഇലയുടെ അത്ഭുതകരമായ കഴിവുകൾ തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് പുരാവസ്തു ഗവേഷകർ വെളിപ്പെടുത്തുന്നു. പെറുവിലെ നോർത്തെ ചിക്കോ സംസ്കാരം BC 3000 മുതൽ 1800, മോച്ചെ AD 100 മുതൽ 800, നാസ്ക AD 100 മുതൽ 800 തുടങ്ങിയ പ്രാചീന സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കൊക്കയിലകളും അതിൻ്റെ അവശിഷ്ടങ്ങളും കൊക്ക ചവയ്ക്കുന്ന രൂപത്തിലുള്ള മൺപാത്രങ്ങളും ശില്പങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഒരു പ്രാചീന ജനതയും ഒരു സസ്യവും തമ്മിലുള്ള ആഴത്തിലും കാലാതീതവുമായ ബന്ധത്തിൻ്റെ നേർക്കാഴ്ച നൽകുന്നു. ഈ പ്രാചീന സമൂഹങ്ങൾക്ക് കൊക്ക വെറും ലഹരി വസ്തുവായിരുന്നില്ല, അതൊരു അതിജീവനത്തിൻ്റെ ഉപാധിയായിരുന്നു. ആൻഡീസിൻ്റെ ഉയരങ്ങളിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ, നേർത്ത വായു, തണുപ്പ്, ദാരിദ്ര്യം എന്നിവയെല്ലാം അവരെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു. ഉയർന്ന മലനിരകളിലെ നേർത്ത വായുവിൽ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അൾട്ടിറ്റ്യൂഡ് സിക്നസ്, വിശപ്പ്, ക്ഷീണം എന്നിവയകറ്റാൻ കൊക്ക അവരെ സഹായിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന കർഷകർക്ക് ഇത് ദൈനംദിന ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. മണിക്കൂറുകളോളം പാടങ്ങളിൽ പണിയെടുക്കുമ്പോൾ കൊക്കയിലകൾ ചവയ്ക്കുന്നത് അവർക്ക് ഊർജം നൽകുകയും വിശപ്പടക്കുകയും തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുകയും കൂടുതൽ നേരം ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. അതൊരു ഉത്തേജകമായിരുന്നില്ല, മറിച്ചൊരു അതിജീവന ഉപകരണമായിരുന്നു, പ്രകൃതിയുടെ ഒരു സമ്മാനമായിരുന്നു. കൊക്കയിലകൾ ചവയ്ക്കുന്ന പ്രക്രിയ വളരെ സിമ്പിളായിരുന്നു.
ഇലകൾ വായിലിട്ട് കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ ഒരു തരം ചാരം ചൂനു എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ഒന്ന് ചേർത്ത് ചവയ്ക്കുന്നു. ഇത് കൊക്കയിലകളിലെ സജീവ ഘടകങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ വളരെ ചെറിയ അളവിൽ കൊക്കൈൻ രക്തത്തിൽ കലരുകയും അത് ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. ഇത് ആധുനിക കൊക്കൈൻ പോലെ അതിശക്തമായ ലഹരിയോ അടിമത്വമോ ഉണ്ടാക്കിയിരുന്നില്ല. ഇലകളിൽ അടങ്ങിയിട്ടുള്ള മറ്റ് ആൽക്കലോയിഡുകളും പോഷകങ്ങളും കൊക്കൈൻ്റെ ദൂഷ്യഫലങ്ങളെ കുറയ്ക്കാൻ സഹായിച്ചിരുന്നതായും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇങ്ക ജനതയ്ക്ക് അതൊരു സമഗ്രമായ ഔഷധസസ്യമായിരുന്നു. ദൈവികമായ ഇടപെടൽ, ഇങ്ക വിശ്വാസങ്ങളും ആചാരങ്ങളും. ഇങ്ക സാമ്രാജ്യത്തിൻ്റെ വളർച്ചയോടെ കൊക്കയുടെ പ്രാധാന്യം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു. അവർ കൊക്കയെ ഒരു വിശുദ്ധ സസ്യമായി, ദൈവങ്ങളുടെ സമ്മാനമായി കണ്ടു. ഇങ്ക മിത്തോളജിയിൽ കൊക്കയുടെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഐതിഹ്യപ്രകാരം സൂര്യദേവനായ ഇന്ത്യയുടെ മകനും ഇങ്ക സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനുമായ മാങ്കോ കപ്പാക്കാണ് ഇങ്ക ജനതയ്ക്ക് കൊക്കയിലകൾ നൽകിയത്. മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഒരു ദേവതയുടെ കണ്ണീരിൽ നിന്ന് കൊക്ക സസ്യം ഉത്ഭവിച്ചു എന്നാണ്. ഇത് ദൈവിക സസ്യമെന്നും മാമാ കൊക്ക എന്നും വലിയ മാതാവെന്നും അറിയപ്പെട്ടു. ഇത് വെറും സസ്യമായിരുന്നില്ല, മറിച്ച് ഭൂമിയുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമായിരുന്നു. പുരോഹിതന്മാർക്കും ഭരണാധികാരികൾക്കും, പ്രത്യേകിച്ച് സഭ ഇൻക എന്നറിയപ്പെട്ടിരുന്ന ചക്രവർത്തിക്കും മാത്രമായിരുന്നു കൊക്കയുടെ ഉപയോഗത്തിന് പ്രത്യേക അനുവാദമുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് പ്രത്യേക ആചാരങ്ങളിലും മതപരമായ ചടങ്ങുകളിലും മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ നിയന്ത്രിത ഉപയോഗം കൊക്കയുടെ ദൈവിക പദവി നിലനിർത്താൻ സഹായിച്ചു. അതൊരു ആത്മീയ ശുദ്ധീകരണത്തിനുള്ള മാർഗമായി കണ്ടു. കൊക്കയിലകൾ ദൈവങ്ങളോട് സംസാരിക്കാനും ഭാവി പ്രവചിക്കാനും രോഗശാന്തി നൽകാനും ഉപയോഗിച്ചു. ആചാരപരമായ ചടങ്ങുകൾ കൊക്കയുടെ പ്രാധാന്യം വിളിച്ചോതി. ഒരു പുരോഹിതൻ കൊക്കയിലകൾ അഗ്നിയിൽ അർപ്പിക്കുന്നതും അതിൻ്റെ പുക മുകളിലേക്ക് ഉയരുന്നതും ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ആ പുക ദൈവങ്ങളിലേക്ക് അവരുടെ പ്രാർത്ഥനകൾ എത്തിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. കൊക്കയിലകളുടെ പാറ്റേണുകളും നിറങ്ങളും ഉപയോഗിച്ച് പുരോഹിതന്മാർ ഭാവി പ്രവചിച്ചു. ഇലകൾ നിലത്തിട്ട് അതിൻ്റെ വീഴ്ചയുടെ രീതി നിരീക്ഷിച്ച ശുഭചിന്തകളും ദോഷഫലങ്ങളും അവർ പ്രവചിച്ചു. യുദ്ധങ്ങൾക്ക് മുൻപും വിളവെടുപ്പിനു മുൻപും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപും കൊക്ക ചടങ്ങുകൾ നടത്തിയിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നതിനും ദുരാത്മാക്കളെ അകറ്റുന്നതിനും കൊക്ക ഇലകൾ ഉപയോഗിച്ചിരുന്നു. രോഗിയുടെ ശരീരത്തിൽ കൊക്ക ഇലകൾ വെച്ച് പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. വിവാഹങ്ങൾ, ശവസംസ്കാരങ്ങൾ, ജനനം തുടങ്ങിയ പ്രധാനപ്പെട്ട ജീവിത ചടങ്ങുകളിലും കൊക്കയ്ക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടായിരുന്നു. മരിച്ചവരുടെ കൂടെ കൊക്കയിലകൾ വെച്ച് സംസ്കരിക്കുന്നത് ഒരു സാധാരണ ആചാരമായിരുന്നു. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് കൊക്കയുടെ ശക്തി ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ഇത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു പാലമായി വർത്തിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ പ്രാധാന്യം. കൊക്ക ഇൻക സമൂഹത്തിൽ സാമ്പത്തികമായും വലിയ സ്വാധീനം ചെലുത്തി. ഇതൊരു പ്രധാന കച്ചവട ഉൽപ്പന്നമായിരുന്നു. ഇൻക സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്കും ഇതിന് ആവശ്യക്കാരുണ്ടായിരുന്നു. കൊക്കയിലകൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരുതരം നാണയമായി പോലും ഉപയോഗിക്കപ്പെട്ടു. ഇത് വിലപിടിപ്പുള്ള ഒരു കറൻസിയായിരുന്നു. പലപ്പോഴും സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും മൂല്യമുള്ളതായി കണക്കാക്കപ്പെട്ടു. തൊഴിലാളികൾക്ക് കൂലിയായി കൊക്കയിലകൾ നൽകിയിരുന്നു. ഇതൊരു ജനതയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, പ്രതിരോധം, സാമ്പത്തിക ഭദ്രത എന്നിവയുടെ എല്ലാം നെടുന്തൂണായി വർദ്ധിച്ചു. കൊക്കത്തോട്ടങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. അവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇൻക സാമ്രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചു. കൊക്കയ്ക്ക് കൃഷിക്ക് അനുയോജ്യമായ താഴ്ന്ന താഴ്വരകളിലും ചൂടുള്ള പ്രദേശങ്ങളിൽ യുങ്കാസ് റീജൻസിൽ ഈ തോട്ടങ്ങൾ സ്ഥിതി ചെയ്തു. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ഇലകൾ ശ്രദ്ധാപൂർവം ഉണക്കി സൂക്ഷിച്ച് സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു. കൊക്കയുടെ വിതരണം, സംഭരണം, ഉപയോഗം എന്നിവയെല്ലാം ഇൻക ഭരണകൂടത്തിൻ്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു. ഈ നിയന്ത്രണങ്ങൾ കൊക്കയുടെ ദുരുപയോഗം തടയാൻ സഹായിച്ചു. സൈനികർക്ക് ക്ഷീണമകറ്റാനും പോരാട്ടവീര്യം നിലനിർത്താനും കൊക്ക നൽകിയിരുന്നു. വലിയ ദൂരങ്ങൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്ന കൊറിയർമാർക്കും കൊക്കയിലകൾ അത്യാവശ്യമായിരുന്നു. ദിവസങ്ങളോളം അവർക്ക് വിശപ്പും ദാഹവും അറിയാതെ സഞ്ചരിക്കാൻ ഇത് സഹായിച്ചു. കഠിനമായ മലകയറ്റങ്ങളിലും ദീർഘയാത്രകളിലും കൊക്കയൊരു കൂട്ടുണ്ടായിരുന്നു. സ്പാനിഷ് അധിനിവേശവും കൊക്കയുടെ ദുരുപയോഗവും. 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് കോൺക്വിസ്റ്റഡോറുകൾ ദക്ഷിണാമേരിക്കയിലേക്ക് കടന്നു വന്നതോടെ ഇൻക സാമ്രാജ്യത്തിൻ്റെ മഹത്വം അവസാനിച്ചു. സ്പാനിഷുകാർക്ക് കൊക്കയെക്കുറിച്ച് ആദ്യം സംശയമുണ്ടായിരുന്നു. അവർ അതിനെ ഒരു പിശാചിൻ്റെ ഇലയെന്നും അന്ധവിശ്വാസത്തിൻ്റെ പ്രതീകമെന്നും വിളിച്ചു. കത്തോലിക്ക സഭ കൊക്ക ഉപയോഗം നിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ താമസിയാതെ സ്പാനിഷുകാർ കൊക്കയുടെ പ്രായോഗികമായ ഉപയോഗം തിരിച്ചറിഞ്ഞു. ഇൻക ഖനികളിൽ അടിമപ്പണിക്ക് വിധേയരാക്കപ്പെട്ട പ്രാദേശിക ജനതയ്ക്ക് കൊക്കയിലകൾ അവരുടെ കഠിനാധ്വാനം താങ്ങാൻ സഹായിച്ചു. വിശപ്പും ക്ഷീണവും അകറ്റി അവരെ കൂടുതൽ നേരം ജോലി ചെയ്യാൻ പ്രാപ്തരാക്കി. ഇതോടെ സ്പാനിഷുകാർ കൊക്കയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കൊക്കയിലകളുടെ ഉൽപ്പാദനവും വിതരണവും അവരുടെ നിയന്ത്രണത്തിലാക്കി. ഖനിത്തൊഴിലാളികൾക്ക് കൂലിയുടെ ഒരു ഭാഗമായി കൊക്കയിലകൾ നൽകിയിരുന്നു.
ഇത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപകരണമായി മാറി. ഇൻകാ ജനതയ്ക്ക് കൊക്ക ഒരു അനുഗ്രഹമായിരുന്നെങ്കിൽ സ്പാനിഷ് ഭരണത്തിൽ അതൊരു ശാപത്തിന്റെ തുടക്കമായിരുന്നു. കൊക്കയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അതിന്റെ ഉപയോഗം ആത്മീയമായ തലത്തിൽ നിന്ന് കേവലം ചൂഷണത്തിന്റെ ഒരു ഉപകരണമായി മാറി. ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന ഒരു പവിത്രമായ ബന്ധം ചുരുങ്ങിയ കാലം കൊണ്ട് തകർക്കപ്പെട്ടു. ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം. ഇൻകാ ജനതയുടെ കൊക്ക ഉപയോഗവും ആധുനിക കൊക്കൈൻ ഉപയോഗവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇൻകാ ജനത ഇലകൾ ചവയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഈ പ്രക്രിയയിൽ കൊക്കയിലെ സക്രിയ ഘടകമായ കൊക്കൈൻ സാവധാനവും ചെറിയ അളവിലുമാണ് ശരീരത്തിൽ പ്രവേശിച്ചത്. ഇത് നേരിയ ഉത്തേജനം മാത്രമേ നൽകിയിരുന്നുള്ളൂ. ആധുനിക കൊക്കൈൻ പോലെ അതിശക്തമായ ലഹരിയോ അടിമത്തമോ ഉണ്ടാക്കിയിരുന്നില്ല. കൂടാതെ ഇലകളിൽ അടങ്ങിയിട്ടുള്ള മറ്റ് ആൽക്കലോയിഡുകൾ കൊക്കൈന്റെ ദൂഷ്യഫലങ്ങളെ കുറയ്ക്കാൻ സഹായിച്ചിരുന്നതായും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇൻകാ ജനതയ്ക്ക് അതൊരു സമഗ്രമായ ഔഷധസസ്യമായിരുന്നു. എന്നാൽ ആധുനിക കൊക്കൈൻ ശുദ്ധീകരിച്ച രൂപത്തിലുള്ളതാണ്. ഇത് വലിയ അളവിൽ ലഹരി ഉളവാക്കുകയും അതിവേഗം അടിമത്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇൻകാ ജനതയുടെ കൊക്ക ഉപയോഗം ഒരു സാമൂഹികവും ആത്മീയവുമായ ചടങ്ങായിരുന്നെങ്കിൽ ആധുനിക കൊക്കൈൻ ഉപയോഗം ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വിപത്താണ്. ഈ പ്രാചീന സംസ്കാരം കൊക്കയെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രകൃതിയോട് ചേർന്ന് ഒരു അനുഗ്രഹമായി ഉപയോഗിച്ചു. അത് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. എന്നാൽ യൂറോപ്യന്മാരുടെ വരവോടെ ഈ ബന്ധം മാറാൻ തുടങ്ങി. കൊക്കയുടെ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു. അതിന്റെ ശക്തി ദുരുപയോഗം ചെയ്യപ്പെടാൻ തുടങ്ങി. ഒരു പ്രാർത്ഥനയായിരുന്ന സസ്യം എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്നായി മാറിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്ര ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇൻകാ സാമ്രാജ്യത്തിന്റെ പതനവും യൂറോപ്യൻ ശക്തികളുടെ കടന്നുവരവും കൊക്കയുടെ ഭാവിക്ക് പുതിയ ദിശബോധം നൽകി. ആ ദിശബോധം ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ പോകുകയായിരുന്നു. ആൻഡീസ് പർവ്വതനിരകളിലെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ നിന്ന് യൂറോപ്പിലെ തിളക്കമാർന്ന ലബോറട്ടറികളിലേക്കും പിന്നീട് നഗരങ്ങളിലെ ഇരുണ്ട ഇടനാഴികളിലേക്കും കൊക്കയുടെ യാത്ര തുടരുന്നു. ആ യാത്രയുടെ ഓരോ ഘട്ടവും മനുഷ്യന്റെ കണ്ടെത്തലുകളുടെയും അത്യാഗ്രഹത്തിന്റെയും ഒടുവിൽ ദുരന്തത്തിന്റെയും അടയാളപ്പെടുത്തലാണ്. ഈ ദിവ്യസസ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള അറിവ് ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ശാസ്ത്രത്തിന്റെ കൗതുകം, ഒരു പുതിയ രാസവസ്തുവിന്റെ പിറവി. 19-ാം നൂറ്റാണ്ട് ശാസ്ത്രീയ കണ്ടെത്തലുകളുടെയും വ്യാവസായിക വിപ്ലവത്തിന്റെയും കാലഘട്ടമായിരുന്നു. പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കാനും അതിലെ രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരാനുമുള്ള ഒരു ദാഹം യൂറോപ്യൻ ശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സസ്യങ്ങളെയും ധാതുക്കളെയും അവർ ലബോറട്ടറികളിൽ സൂക്ഷ്മമായി പഠിച്ചു. കൊക്കയിലകൾ യൂറോപ്പിലെത്തിയിട്ട് വർഷങ്ങളായിരുന്നുവെങ്കിലും അതിന്റെ സജീവ ഘടകത്തെ വേർതിരിച്ചെടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഈ ദൗത്യം ഏറ്റെടുത്തത് ജർമ്മൻ രസതന്ത്രജ്ഞനായ ഫ്രീഡ്രിക് വോളർ ആയിരുന്നു. 1859-ൽ മ്യൂണിക് സർവകലാശാലയിലെ ഗവേഷകനായിരുന്ന ആൽബർട്ട് നീമാന് കൊക്കയിലകൾ അഴിച്ചുകൊടുത്തത് വോളറായിരുന്നു. നീമാൻ ഈ ഇലകളിൽ നിന്ന് ഒരു വെളുത്ത പൊടി വേർതിരിച്ചെടുത്തു. അതിന് കൊക്കൈൻ എന്ന് പേര് നൽകി. ഒരു പുതിയ രാസവസ്തുവിന്റെ പിറവിയായിരുന്നു അത്. കൊക്കൈൻ വേർതിരിച്ചെടുത്തത് വൈദ്യശാസ്ത്ര ലോകത്ത് വലിയൊരു മുന്നേറ്റമായിരുന്നു. വേദന കുറയ്ക്കാനും മരവിപ്പിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് ആദ്യകാല പഠനങ്ങളിൽ നിന്ന് വ്യക്തമായി. ഈ കണ്ടെത്തൽ ശസ്ത്രക്രിയാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വൈദ്യശാസ്ത്രജ്ഞർ പ്രവചിച്ചു. ആദ്യകാല പഠനങ്ങളിൽ കൊക്കൈന് പ്രാദേശികമായി മരവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഓസ്ട്രിയൻ നേത്രരോഗ വിദഗ്ധനായ കാൾ കോളർ 1884-ൽ കൊക്കൈൻ നേത്രശസ്ത്രക്രിയയിൽ ഒരു ലോക്കൽ അനസ്തെറ്റിക്കായി വിജയകരമായി ഉപയോഗിച്ചു. ഇത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. വേദനയില്ലാതെ ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുമെന്ന സാധ്യതകൾ തുറന്നു. ദന്തരോഗ ചികിത്സയിലും മറ്റു ചെറിയ ശസ്ത്രക്രിയകളിലും കൊക്കൈൻ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. ഫ്രോയിഡിന്റെ മാന്ത്രിക മരുന്ന്, ഒരു തിളക്കമാർന്ന തെറ്റിദ്ധാരണ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള മനഃശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് കൊക്കൈന്റെ ആദ്യകാല പ്രചാരകരിൽ ഒരാളായിരുന്നു. 1884-ൽ ഫ്രോയിഡ് ഊബർ കൊക്ക എന്നൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിൽ കൊക്കൈനെ ഒരു മാന്ത്രിക മരുന്നെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. വിഷാദരോഗം, ക്ഷീണം, ലൈംഗിക ശേഷിക്കുറവ്, മോർഫിൻ അടിമത്തം എന്നിവയ്ക്കുള്ള ഒരു പ്രതിവിധിയായി അദ്ദേഹം ഇത് നിർദ്ദേശിച്ചു. മോർഫിൻ അടിമത്തം മാറ്റാൻ കൊക്കൈൻ സഹായിക്കുമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. തന്റെ ഒരു സുഹൃത്തിനെ മോർഫിൻ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ഫ്രോയിഡ് കൊക്കൈൻ ഉപയോഗിച്ചു. തുടക്കത്തിൽ സുഹൃത്തിന് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം കൊക്കൈൻ അടിമത്തത്തിലേക്ക് വഴുതി വീഴുകയും ഒടുവിൽ ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തു.
ഫ്രോയിഡ് സ്വന്തം മാനസിക പ്രശ്നങ്ങൾക്ക് പോലും കൊക്കെയിൻ ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട്. നവോന്മേഷം നൽകുന്നതും ഊർജ്ജസ്വലമാക്കുന്നതുമായ ഒരനുഭവമാണ് കൊക്കെയിൻ ഉപയോഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രോയിഡിന്റെ സ്വാധീനം കാരണം കൊക്കെയിൻ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഉന്നത സമൂഹത്തിൽ ഒരു തരംഗമായി മാറി. കലാകാരന്മാർ, എഴുത്തുകാർ, ഡോക്ടർമാർ എല്ലാവരും ഈ പുതിയ മാന്ത്രിക മരുന്നിന്റെ ആകർഷണ വലയത്തിലായി. യൂഫോറിയ എന്ന പേരുള്ള കൊക്കെയിൻ അടങ്ങിയ ഒരു ടോണിക് യൂറോപ്പിൽ തരംഗമായി. ചെറുത്തുനിൽപ്പിനും പോരാട്ടത്തിനും കൊക്കെയിൻ എന്നതായിരുന്നു അക്കാലത്തെ മുദ്രാവാക്യം. വേദനയിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൊക്കെയിൻ ഒരു എളുപ്പവഴിയായി ആളുകൾ കണ്ടു. കൊക്കക്കോളയുടെ ഉത്ഭവം, ഒരു മധുരമുള്ള രഹസ്യം. കൊക്കെയിന്റെ സ്വാധീനം മരുന്നുമേഖലയിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. അത് പാനീയ വ്യവസായത്തിലും കടന്നുവന്നു. 1856 ജോൺ പമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റ് അറ്റ്ലാന്റയിൽ കൊക്കക്കോള എന്ന പാനീയം കണ്ടുപിടിച്ചു. അതിന്റെ യഥാർത്ഥ ചേരുവകളിൽ കൊക്കയിലകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത കൊക്കെയിൻ അല്ലെങ്കിൽ കൊക്കയിലയുടെ സത്ത് അടങ്ങിയിരുന്നു. തലവേദന മാറ്റാനും ഉന്മേഷം നൽകാനും കഴിവുള്ള ഒരു മരുന്നായി ഇത് വിപണി ചെയ്തു. ആദ്യകാലങ്ങളിൽ കൊക്കക്കോളയിൽ ഗണനീയമായ അളവിൽ കൊക്കെയിൻ അടങ്ങിയിരുന്നു. ഒരു സാധാരണ കൊക്കക്കോള ഡ്രിങ്കിൽ ഏകദേശം 9 മില്ലിഗ്രാം കൊക്കെയിൻ ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ആളുകൾക്ക് ഉന്മേഷം നൽകുകയും ചെറിയ ലഹരി നൽകുകയും ചെയ്തിരുന്നു. കൊക്കക്കോള കുടിക്കുക, നിങ്ങളുടെ ദിവസം ആരംഭിക്കുക എന്നതായിരുന്നു അക്കാലത്തെ മുദ്രാവാക്യം. ഈ പാനീയം അമേരിക്കയിൽ തരംഗമായി മാറി. സാധാരണക്കാർക്കും ഉന്നതർക്കും ഒരുപോലെ പ്രിയങ്കരമായി. മറ്റനേകം പാനീയങ്ങളിലും മരുന്നുകളിലും കൊക്കെയിൻ ചേരുവയായി ഉപയോഗിച്ചു. കൊക്ക വൈനുകൾ, കൊക്ക ചോക്ലേറ്റുകൾ, കൊക്ക സിഗരറ്റുകൾ എന്നിങ്ങനെ കൊക്കെയിൻ എല്ലാ രൂപത്തിലും വിപണിയിൽ ലഭ്യമായിരുന്നു. ഇത് അന്നത്തെ സമൂഹത്തിൽ കൊക്കെയിനോടുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നു. അതൊരു നിരോധിത ലഹരിവസ്തുവായിരുന്നില്ല, മറിച്ച് വൈദ്യശാസ്ത്രപരമായും സാമൂഹികമായും അംഗീകരിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമായിരുന്നു. ഇരുണ്ട നിഴൽ, അപകടകരമായ സത്യങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ ഒരു ഇരുണ്ട നിഴൽ പതിയെ രൂപം കൊണ്ടാൻ തുടങ്ങി. കൊക്കെയിന്റെ ദൂഷ്യക്കങ്ങൾ പതിയെ പുറത്തുവന്നു. തുടക്കത്തിൽ അത്ഭുതമരുന്നായി കണ്ടവർക്ക് അതിന്റെ ഭീകരമായ വശങ്ങൾ മനസ്സിലായി. അമിത ഉപയോഗം, അതിൽ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ അടിമത്തം, മാനസിക പ്രശ്നങ്ങൾ, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം കൊക്കെയിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ സാധാരണമായി. പ്രമുഖ വൈദ്യശാസ്ത്രജ്ഞർ പോലും കൊക്കെയിന്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങി. ഫ്രോയിഡിന്റെ സുഹൃത്ത് കൊക്കെയിൻ അടിമത്തത്തിലേക്ക് വഴുതി വീഴുകയും അന്ന് ദാരുണമായ മരണം സംഭവിക്കുകയും ചെയ്തത് ഒരു വലിയ പാഠമായിരുന്നു. കൊക്കെയിൻ ഉപയോഗിക്കുന്നവരിൽ പലരും മാനസിക വിഭ്രാന്തികളിലേക്കും അക്രമവാസനകളിലേക്കും നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ഡോക്ടർമാർക്ക് പോലും കൊക്കെയിൻ അടിമത്തം ചികിത്സിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഈ കാലഘട്ടം ഒരു പുതിയ സാമൂഹിക പ്രശ്നത്തിന് തുടക്കമിട്ടു. കൊക്കെയിൻ ഉപയോഗിക്കുന്നവരിൽ വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ, സാമൂഹിക അരാജകത്വം എന്നിവ സർക്കാരുകളെയും പൊതുജനങ്ങളെയും ആശങ്കാകുലരാക്കി. കൊക്കെയിൻ ഒരു അത്ഭുത മരുന്നിൽ നിന്ന് ഒരു സാമൂഹിക വിപത്തായി മാറാൻ തുടങ്ങി. അമേരിക്കയിൽ ആഫ്രിക്കൻ അമേരിക്കൻ സമുദായത്തിൽ കൊക്കെയിൻ ഉപയോഗം വർദ്ധിക്കുന്നത് വലിയ സാമൂഹിക പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് വർണ്ണവിവേചനത്തിന് ഒരു പുതിയ മാനം നൽകി. കൊക്കെയിൻ ഉപയോഗിക്കുന്ന കറുത്ത വർഗ്ഗക്കാർ കൂടുതൽ അക്രമാസക്തരാണെന്ന് തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. ഇത് കൊക്കെയിൻ നിരോധിക്കാനുള്ള ആവശ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി. നിയമത്തിന്റെ പിടിമുറുക്കുന്നു, ഒരു പുതിയ യുഗം. കൊക്കെയിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിച്ചതോടെ അതിനെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള സമ്മർദ്ദം ശക്തമായി. 1914 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാരിസൺ നാർക്കോട്ടിക് ആക്ട് പാസാക്കി. ഇത് കൊക്കെയിൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിൽപ്പന, വിതരണം എന്നിവ കർശനമായി നിയന്ത്രിച്ചു. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇത് വാങ്ങുന്നത് നിയമവിരുദ്ധമാക്കി. അതോടെ കൊക്കെയിൻ നിയമപരമായി ഒരു ലഹരി വസ്തുവായി മാറി. ഈ നിയമനിർമ്മാണം കൊക്കെയിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ഒരു കാലത്ത് വൈദ്യശാസ്ത്രത്തിന്റെ പ്രതീക്ഷയായിരുന്ന കൊക്കെയിൻ ഇപ്പോൾ നിലവായി മാറി. കൊക്കക്കോളയിൽ നിന്ന് കൊക്കയിലയുടെ സത്ത് നീക്കം ചെയ്തു. ഈ മാറ്റം കൊക്കെയിന്റെ ഉപയോഗം പൊതുജനമധ്യത്തിൽ നിന്ന് ഇരുണ്ട ലോകത്തേക്ക് മാറ്റി. യൂറോപ്പിലും സമാനമായ നിയമനിർമ്മാണങ്ങൾ നടന്നു. കൊക്കെയിന്റെ തിളക്കമാർന്ന മുഖം മാഞ്ഞു, അതിന്റെ ഇരുണ്ട യഥാർത്ഥ മുഖം ലോകം കണ്ടു. ഒരു അത്ഭുത മരുന്നിന്റെ കഥ ഒരു ദുരന്തകഥയായി മാറുകയായിരുന്നു. എന്നാൽ ഈ നിയമപരമായ നിയന്ത്രണങ്ങൾ കൊക്കെയിന്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കിയോ, അതോ അത് ഇരുണ്ടിൽ മറഞ്ഞ് മറ്റു കൂടുതൽ അപകടകരമായി മാറുകയായിരുന്നോ? ഒരു പുതിയ യുദ്ധത്തിന് കളമൊരുങ്ങുകയായിരുന്നു. കൊക്കെയിൻ ഇപ്പോൾ അറിവില്ലായ്മയുടെയും തെറ്റിദ്ധാരണകളുടെയും ഇരയല്ല. അത് പൂർണ്ണമായി തിരിച്ചറിയപ്പെട്ട ഒരു വിപത്താണ്. എന്നാൽ ഈ തിരിച്ചറിവ് അതിനെ ഇല്ലാതാക്കുന്നതിന് പകരം
കൂടുതൽ ശക്തവും അപകടകരവുമായ ഒരു രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ പ്രതീക്ഷ അടുത്ത നൂറ്റാണ്ടിലെ ഭയങ്കരമായ ഒരു ദുരന്തമായി മാറാൻ ഒരുങ്ങുകയായിരുന്നു. ആ ദുരന്തത്തിൻ്റെ പേരാണ് അടിമത്തം, അഴിമതി, ക്രൂരത. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൊക്കൈൻ ഒരു അത്ഭുതമരുന്നായി പാശ്ചാത്യ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടു. ശാസ്ത്രജ്ഞർക്ക് അതൊരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു. ഡോക്ടർമാർക്ക് ഒരു രോഗശാന്തി, സാധാരണക്കാർക്ക് ഉന്മേഷം നൽകുന്ന ഒരു പദാർത്ഥം. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ബുദ്ധിജീവികൾ അതിനെ വാഴ്ത്തിപ്പാടി. കൊക്കക്കോള പോലുള്ള പാനീയങ്ങൾ അതിനെ ജനകീയമാക്കി. എന്നാൽ ഈ മിഥ്യബോധം അധികനാൾ നീണ്ടുനിന്നില്ല. ഈ തിളക്കത്തിന് പിന്നിലൊളിഞ്ഞിരുന്ന ഇരുണ്ട യാഥാർത്ഥ്യം പതിയെ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു. കൊക്കൈൻ പ്രതീക്ഷയുടെ പ്രതീകത്തിൽ നിന്ന് ഒരു സാമൂഹിക വിപത്തിന്റെ അടയാളമായി മാറാൻ തുടങ്ങി. ആസക്തിയുടെ തിരിച്ചടി ഒരു സമൂഹം ഇരുട്ടിലേക്ക്. കൊക്കൈൻ്റെ ഉപയോഗം വർദ്ധിച്ചതോടെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കൂടുതൽ വ്യക്തമായി. തുടക്കത്തിൽ ചെറിയ അളവിൽ ഉപയോഗിച്ചിരുന്ന പലരും ക്രമേണ ഇതിൻ്റെ ശക്തിക്ക് അടിമപ്പെട്ടു. ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, അമിതമായ ഉത്കണ്ഠ, ഭ്രാന്തമായ ചിന്തകൾ, സംശയങ്ങൾ ഇതെല്ലാം കൊക്കൈൻ ഉപയോഗിക്കുന്നവരിൽ സാധാരണമായി. ശാരീരികമായ തളർച്ചയേക്കാൾ മാനസികമായ തകർച്ചയായിരുന്നു പലർക്കും നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സാധാരണ ജീവിതം നയിക്കാൻ കഴിയാതെ ജോലിയും കുടുംബവും നഷ്ടപ്പെട്ട് തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ. ആദ്യകാലങ്ങളിൽ കൊക്കൈൻ അടിമത്തത്തെ ഒരു ധാർമ്മിക പ്രശ്നമായിട്ടാണ് പലരും കണ്ടത്, അല്ലാതെ ഒരു രോഗമായിട്ടല്ല. എന്നാൽ അതിൻ്റെ വ്യാപനം വർദ്ധിച്ചതോടെ ഇതൊരു വലിയ പൊതുജന ആരോഗ്യ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞു. സമ്പന്നർക്കിടയിൽ ആരംഭിച്ച് പിന്നീട് സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലേക്കും ഇത് പടർന്നു. തൊഴിലാളികൾ, കലാകാരന്മാർ, സാധാരണക്കാർ, ആസക്തിയുടെ ഇരുണ്ട വലയം എല്ലാവരെയും ഒരുപോലെ ബാധിച്ചു. കൊക്കൈൻ ഉപയോഗം വർദ്ധിച്ചതോടെ അതിനുവേണ്ടി എന്തു കുറ്റകൃത്യം ചെയ്യാനും മടിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ രൂപംപ്പെട്ടു. മോഷണം, പിടിച്ചുപറി, അക്രമം ഇതെല്ലാം കൊക്കൈൻ അടിമത്തത്തിൻ്റെ പാർശ്വഫലങ്ങളായി കണക്കാക്കപ്പെട്ടു. നഗരങ്ങളിലെ ക്രമസമാധാന നില താറുമാറായി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഈ പുതിയ വെല്ലുവിളിയെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. ജയിലുകൾ ലഹരിക്ക് അടിമപ്പെട്ടവരാൽ നിറഞ്ഞു. വർണ്ണവിവേചനത്തിൻ്റെ ആയുധം, നിരോധനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന അജണ്ട. കൊക്കൈൻ നിരോധനത്തിനു പിന്നിൽ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു സാമൂഹിക അജണ്ടയുണ്ടായിരുന്നു. അമേരിക്കയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിൽ കൊക്കൈൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമായി. ഇത് വർണ്ണവിവേചനത്തിന് ഒരു പുതിയ മനം നൽകി. കൊക്കൈൻ ഉപയോഗിക്കുന്ന കറുത്ത വർഗ്ഗക്കാർ കൂടുതൽ അക്രമാസക്തരാണെന്നും വെള്ള സ്ത്രീകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. ഈ പ്രചാരണങ്ങൾ വംശീയതയെ ഇന്ധനമാക്കി കൊക്കൈൻ നിരോധിക്കാനുള്ള ആവശ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി. നിലഹരി വസ്തുക്കൾ എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ നിയന്ത്രിക്കാനും ജയിലിലടയ്ക്കാനും ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞു. ഇത് കൊക്കൈൻ്റെ ഇതിഹാസത്തിലെ ഒരിരുണ്ട അധ്യായമാണ്. അവിടെ ശാസ്ത്രവും നൈതികതയും വംശീയതയ്ക്ക് വഴിമാറി. നിരോധനത്തിൻ്റെ ആരംഭം. ഹാരിസൺ നാർക്കോട്ടിക് ആക്ട്. കൊക്കൈൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വർദ്ധിച്ചതോടെ അതിനെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള സമ്മർദ്ദം ശക്തമായി. 1914 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാരിസൺ നാർക്കോട്ടിക് ആക്ട് പാസാക്കി. ഇത് കൊക്കൈൻ, ഒപ്പിയം പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനം, വിൽപ്പന, വിതരണം എന്നിവ കർശനമായി നിയന്ത്രിച്ചു. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇത് വാങ്ങുന്നത് നിയമവിരുദ്ധമാക്കി. ലഹരി വസ്തുക്കൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആദ്യത്തെ പ്രധാന ഫെഡറൽ നിയമമായിരുന്നു ഇത്. ഈ നിയമം കൊക്കൈനെ പൊതുജനമധ്യത്തിൽ നിന്ന് വേർപെടുത്തി. ഇനി മുതൽ അതൊരു മരുന്നായിരുന്നില്ല, മറിച്ച് ഒരു നിയമവിരുദ്ധമായ ലഹരി വസ്തുവായിരുന്നു. കൊക്കക്കോള അവരുടെ ഉൽപ്പന്നത്തിൽ നിന്ന് കൊക്കയിലയുടെ സത്ത് നീക്കം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കൊക്കൈൻ അടങ്ങിയ മരുന്നുകളുടെ ഉൽപ്പാദനം കുറച്ചു. വൈദ്യശാസ്ത്ര രംഗത്തും സാമൂഹിക ജീവിതത്തിലും കൊക്കൈൻ്റെ സ്ഥാനത്തിന് ഇത് വലിയ മാറ്റങ്ങൾ വരുത്തി. എന്നാൽ ഈ നിയമം കൊക്കൈൻ ഉപയോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയില്ല, മറിച്ച് അത് ഭൂഗർഭ ലോകത്തേക്ക് വഴുതി വീണു. കരിഞ്ചന്തകളും രഹസ്യവിതരണ ശൃംഖലകളും രൂപപ്പെട്ടു. നിയമവിധേയമായ മാർഗങ്ങൾ ഇല്ലാതായപ്പോൾ കുറ്റവാളികൾ ഈ വിപണി ഏറ്റെടുത്തു. ഒരു നിയന്ത്രിത വസ്തുവായി മാറിയ കൊക്കൈൻ ഇപ്പോൾ കൂടുതൽ അപകടകരമായ ഒരു വസ്തുവായി മാറി. അതിൻ്റെ ശുദ്ധിയിലും ഉറവിടത്തിലും നിയന്ത്രണമില്ലാത്തതിനാൽ ഉപയോക്താക്കൾക്ക് കൂടുതൽ അപകടങ്ങൾ നേരിടേണ്ടി വന്നു. നിരോധനത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഒരു പുതിയ തരം കുറ്റകൃത്യങ്ങൾ.
നിരോധനം ഒരു വശത്ത് കൊക്കൈൻ്റെ പൊതുവായ ഉപയോഗം കുറച്ചെങ്കിലും മറുവശത്ത് പുതിയ തരം കുറ്റകൃത്യങ്ങൾക്ക് വഴിതെളിച്ചു. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ രൂപപ്പെട്ടു. ലാഭക്കൊതിയുള്ള ഈ സംഘങ്ങൾ കൊക്കൈൻ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും പുതിയ വഴികൾ കണ്ടെത്തി. ഇത് നിയമപാലകരുമായി നിരന്തരമുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു. നഗരങ്ങളിലെ തെരുവുകളിൽ രഹസ്യമായി കൊക്കൈൻ വിൽക്കുന്നവരും വാങ്ങുന്നവരും പെരുകി. ഇത് ചെറിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാരണമായി. ഈ സമയത്ത് കൊക്കൈൻ പ്രധാനമായും പൗഡർ രൂപത്തിൽ മൂക്കിനൂടെ വലിച്ചോ ഇഞ്ചക്ട് ചെയ്തുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നു. എങ്കിലും അതിൻ്റെ അപകടസാധ്യതയും അടിമത്ത സാധ്യതയും തുടർന്നു. യുദ്ധങ്ങൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ. ഈ കാലഘട്ടത്തിൽ ലോകം പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കൊക്കൈൻ പ്രശ്നം മറ്റു വലിയ പ്രശ്നങ്ങളുടെ നിഴലിൽ ഒതുങ്ങി നിന്നു. എന്നാൽ അത് പൂർണ്ണമായി അപ്രത്യക്ഷമായില്ല. ഒരു ഒളിപ്പോരാളിയെപ്പോലെ അത് ഒളിഞ്ഞുകിടന്നു. കൊക്കൈൻ്റെ പുനരുത്ഥാനം, 1960കളിലെ പ്രതിസംസ്കൃതി. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ലോകം സാമ്പത്തികമായി പുരോഗതിക്കുകയും സാമൂഹികമായി വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 1960കളിലും 70കളിലും പ്രതിസംസ്കൃതി അമേരിക്കയിലും യൂറോപ്പിലും ശക്തമായി. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചുമുള്ള പുതിയ ആശയങ്ങൾ യുവാക്കൾക്കിടയിൽ പ്രചരിച്ചു. സംഗീതം, ഫാഷൻ, കല ഇതെല്ലാം പരമ്പരാഗതമായതിനെ ചോദ്യം ചെയ്തു. ഈ സമയത്താണ് കൊക്കൈൻ വീണ്ടും ജനപ്രിയമാകുന്നത്. എന്നാൽ ഇത്തവണ അതൊരു മരുന്നായിട്ടല്ല, മറിച്ചൊരു വിനോദോപാധിയായിട്ടായിരുന്നു. സംഗീതജ്ഞർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ, ധനികർ ഇവർക്കിടയിൽ കൊക്കൈൻ ഉപയോഗം വർദ്ധിച്ചു. അതൊരു ആഡംബരത്തിൻ്റെ പ്രതീകമായി മാറി. വലിയ പാർട്ടികളിലും ക്ലബ്ബുകളിലും ഇത് രഹസ്യമായി ഉപയോഗിച്ചു. മെച്ചപ്പെട്ട വിതരണ ശൃംഖലകളും തെക്ക് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കൊക്കൈൻ കടത്താനുള്ള എളുപ്പ വഴികളും ഈ പുനരുത്ഥാനത്തിന് കാരണമായി. മയക്കുമരുന്ന് മാഫിയകൾക്ക് ഇതൊരു സുവർണ അവസരമായിരുന്നു. നിയമഗതമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൊക്കൈൻ്റെ ആവശ്യം വർദ്ധിച്ചു. അതിൻ്റെ വില കുത്തനെ ഉയർന്നു. ഒരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു. നിരോധനം കൊക്കൈനെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ കൂടുതൽ ശക്തവും അപകടകരവുമായ ഒരു ഭൂഗർഭ ശക്തിയാക്കി മാറ്റി. അതിൻ്റെ വിതരണം കുറ്റവാളി സംഘങ്ങളുടെ കയ്യിലായി. ഈ മാറ്റം വലിയൊരു മറ്റൊരു യുദ്ധത്തിൻ്റെ ഉദയത്തിന് കളമൊരുക്കി. കൊക്കൈൻ അതിൻ്റെ നിരോധനം കാരണം കൂടുതൽ മൂല്യവലതവും കൂടുതൽ രഹസ്യവുമായ ഒരു വസ്തുവായി മാറി. ഒരു വലിയ യുദ്ധം അതിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. എന്നാൽ ഈ യുദ്ധം പരമ്പരാഗത യുദ്ധങ്ങളെപ്പോലെ അല്ലായിരുന്നു. അത് തെരുവുകളിലും നഗരങ്ങളിലും അതിരുകളില്ലാതെ മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ലക്ഷ്യം വെച്ചുള്ള ഒരു യുദ്ധമായിരുന്നു. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കൊക്കൈൻ നിരോധിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ആവശ്യം കുറഞ്ഞില്ല. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഉന്നത സമൂഹങ്ങളിലും പിന്നീട് പ്രതിസംസ്കാരത്തിൻ്റെ ഭാഗമായും കൊക്കൈൻ ഒരുതരം ആഡംബര ലഹരിയായി വീണ്ടും ഉയർന്നുവന്നു. ഈ വർദ്ധിച്ചുവരുന്ന ആവശ്യകത ദക്ഷിണ അമേരിക്കയിലെ, പ്രത്യേകിച്ച് കൊളംബിയയിലെ ചിലർക്ക് ഒരു സുവർണ അവസരമായി മാറി. നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു പാത അവർ കണ്ടു. ആ പാത രക്തം പുരണ്ടതും ഭീകരവുമായിരുന്നു. 1970കളിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരവും ശക്തവുമായ മയക്കുമരുന്ന് മാഫിയകൾക്ക് അത് തുടക്കമിട്ടു. കാർട്ടൽ യുഗം. മെഡലിൻ കാർട്ടലിൻ്റെ ഉദയം, ഒരു സാമ്രാജ്യത്തിൻ്റെ പിറവി. കൊളംബിയയിലെ മെഡലിൻ നഗരം, പാവപ്പെട്ട തൊഴിലാളികൾ നിറഞ്ഞ ഈ നഗരത്തിൽ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെ ഗതി മാറ്റിയെഴുതാൻ പോകുകയായിരുന്നു. പാബ്ലോ എസ്കോബാർ. ഒരു സാധാരണ മോഷ്ടാവിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായി അദ്ദേഹം മാറി. അമ്പരിപ്പിക്കുന്ന വേഗതയിലായിരുന്നു മെഡലിൻ കാർട്ടലിൻ്റെ വളർച്ച. എസ്കോബാർ, ജോസ് ഗൊൺസാലോ റോഡ്രിഗ് ഗാച്ച, ഒച്ചോവ സഹോദരന്മാർ എന്നിവരടങ്ങിയ സംഘം കൊക്കൈൻ ഉൽപ്പാദനം മുതൽ വിതരണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും നിയന്ത്രിച്ചു. കൊളംബിയൻ കാടുകളിൽ കൊക്കയിലകൾ വളർത്തുന്ന കർഷകരെ അവർ തങ്ങളുടെ വരുതിയിലാക്കി. കൊക്കൈൻ ശുദ്ധീകരിക്കുന്നതിനുള്ള ലബോറട്ടറികൾ സ്ഥാപിച്ചു. ദക്ഷിണാമേരിക്കയിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കൊക്കൈൻ കടത്തുന്നതിനുള്ള സങ്കീർണമായ ശൃംഖലകൾ അവർ നിർമ്മിച്ചു. വിമാനങ്ങൾ, അന്തർവാഹിനികൾ, സ്പീഡ് ബോട്ടുകൾ. കൊക്കൈൻ കടത്താൻ അവർ ഉപയോഗിക്കാത്ത മാർഗങ്ങളില്ലായിരുന്നു. കാർട്ടലിൻ്റെ സാമ്പത്തിക ശക്തി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രതിദിനം $60 ദശലക്ഷം വരെ അവർ സമ്പാദിച്ചിരുന്നു. ആഴ്ചതോറും കോടികളുടെ കറൻസി നോട്ടുകൾ അവർക്ക് ലഭിച്ചു. പണം സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ കാടുകളിലും രഹസ്യ അറകളിലും തോട്ടങ്ങളിലും അവർ കുഴിച്ചിട്ടു. എലികൾ തിന്നു തീർത്തും വെള്ളം കയറിയും വെറും അനാസ്ഥ കൊണ്ട് മാത്രം വർഷം തോറും കോടിക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അവരുടെ വരുമാനം കൊളംബിയൻ സർക്കാരിൻ്റെ വാർഷിക വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു.
മയാമി കൊക്കെയിൻ യുദ്ധങ്ങൾ, ചോരയിൽ കുതിർന്ന ആഡംബരം. 1980കളിൽ അമേരിക്കൻ നഗരങ്ങളിൽ കൊക്കെയിൻ ഒരു തരംഗമായി മാറി. അതിൽ പ്രധാനപ്പെട്ട നഗരമായിരുന്നു മയാമി. കൊളംബിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊക്കെയിൻ എത്തിയിരുന്നത് മയാമി തുറമുഖങ്ങളിലേക്കായിരുന്നു. മയാമി കൊക്കെയിൻ യുദ്ധങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറി. മയക്കുമരുന്ന് കടത്തുകാർ തമ്മിലുള്ള സംഘർഷങ്ങൾ നഗരത്തെ ഭീകരമാക്കി. മയാമി തെരുവുകളിൽ പകൽ വെളിച്ചത്തിൽ പോലും വെടിവെത്തുകൾ സാധാരണമായി. ആഡംബര കാറുകൾ, വലിയ വീടുകൾ, പണത്തിന്റെ ധാരാളിത്യം, ഇതെല്ലാം കൊക്കെയിൻ ഡീലർമാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ ഒരു രക്തം പുരണ്ട യാഥാർത്ഥ്യമുണ്ടായിരുന്നു. നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ കാർട്ടലുകളുടെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടു. ഒരു ദിവസം 20ഓളം കൊലപാതകങ്ങൾ വരെ മയാമിയിൽ നടന്നു. മയാമി ഒരു യുദ്ധക്കളമായി മാറി. ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് രാജാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്നവരുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. അവരുടെ ക്രൂരതയും അതേസമയം അവരുടെ ചില നല്ല പ്രവൃത്തികളും, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുക, സ്കൂളുകൾ തുടങ്ങുക എന്നതും അവർക്കൊരുതരം റോബിൻഹുഡ് പരിവേഷം നൽകി. എന്നാൽ ഈ പരിവേഷത്തിന് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരും ജീവനും ഉണ്ടായിരുന്നു. രാഷ്ട്രീയം, ഭീകരവാദം, അഴിമതി, ഒരു രാജ്യത്തിന്റെ പതനം. മെഡലിൻ കാർട്ടലിന്റെ ശക്തി കൊളംബിയൻ ഗവൺമെന്റിന് ഒരു വലിയ വെല്ലുവിളിയായി മാറി. എസ്കോബാർ കൊളംബിയൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയക്കാരെയും നിയമപാലകരെയും ഭീഷണിപ്പെടുത്താനും കൈക്കൂലി നൽകാനും തുടങ്ങി. പ്ലാത്ത ഓ പ്ലോമോ, പണമോ വെടിയുണ്ടയോ എന്നതായിരുന്നു അവന്റെ നയം. പണം വാങ്ങാൻ കൂട്ടാക്കാത്തവരെ വെടിയുണ്ട കൊണ്ട് നേരിട്ടു. ന്യായാധിപന്മാർ, പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകർ, എസ്കോബാറിന്റെ ക്രൂരതയ്ക്ക് ഇരയായവരുടെ പട്ടിക നീണ്ടതാണ്. കൊളംബിയയുടെ നീതിന്യായ വ്യവസ്ഥ തകർന്നു. സുപ്രീം കോടതി കെട്ടിടം കാർട്ടൽ തീവ്രവാദികൾ ആക്രമിച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ കൊല്ലപ്പെടുത്തി. ഒരു രാജ്യത്തിന്റെ ഭരണകൂടം പോലും ഒരു മയക്കുമരുന്ന് രാജാവിന് മുന്നിൽ വിറച്ചുനിന്നു. കൊളംബിയ ഒരു യുദ്ധക്കളമായി മാറി. അമേരിക്ക കൊളംബിയയുമായി ചേർന്ന് മയക്കുമരുന്ന് മാഫിയകളെ നേരിടാൻ ശ്രമിച്ചു. എക്സ്ട്രഡിഷൻ ട്രീറ്റി എന്ന കെട്ടത് എസ്കോബാറിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു. അമേരിക്കൻ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം കൊളംബിയയിൽ മരിക്കുന്നതാണെന്ന് അവൻ വിശ്വസിച്ചു. ഈ ഉടമ്പടിക്കെതിരായി അവൻ ഒരു ഭീകര യുദ്ധം തന്നെ ആരംഭിച്ചു. നിരപരാധികളായ ആളുകൾ യാത്ര ചെയ്തിരുന്ന വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. നഗരങ്ങളിൽ ബോംബാക്രമണങ്ങൾ നടത്തി. എസ്കോബാറിന്റെ പതനവും പുതിയ കാർട്ടലുകളുടെ ഉദയവും. പാബ്ലോ എസ്കോബാറിനെ പിടികൂടാൻ അമേരിക്കയും കൊളംബിയയും ചേർന്ന് വലിയൊരു വേട്ടയാടൽ ആരംഭിച്ചു. ലോസ് പെപ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സംഘം എസ്കോബാറിന്റെ ശത്രുക്കളാൽ രൂപീകരിക്കപ്പെട്ടതും അവനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചതുമായ ഒരു സംഘമായിരുന്നു. നീണ്ട നാളിന്റെ ഒടുവിൽ 1993 ഡിസംബർ 2 എസ്കോബാർ കൊല്ലപ്പെട്ടു. എസ്കോബാറിന്റെ മരണം മെഡലിൻ കാർട്ടലിന്റെ അന്ത്യം കുറിച്ചുവെങ്കിലും കൊക്കെയിൻ വ്യവസായം അവസാനിച്ചില്ല. ഒരു രാജാവ് മരിച്ചാൽ മറ്റൊരു രാജാവ് വാഴും എന്നു പറയുന്നതുപോലെ പുതിയ കാർട്ടലുകൾ രംഗത്ത് പ്രവേശിച്ചു. മെഡലിൻ കാർട്ടലിന്റെ മുഖ്യ എതിരാളികളായിരുന്ന കാലി കാർട്ടൽ അധികാരമേറ്റെടുത്തു. അവർ മെഡലിൻ കാർട്ടലിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയും അക്രമമില്ലാതെയും പ്രവർത്തിച്ചു. കോർപ്പറേറ്റ് ശൈലിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ കൊക്കെയിൻ വ്യവസായത്തെ കൂടുതൽ വിപുലപ്പെടുത്തി. കാലിക്കാട്ടലും രാഷ്ട്രീയക്കാരെയും നിയമപാലകരെയും കൈക്കൂലി നൽകി നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ മിടുക്കരായിരുന്നു. അവർ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും വലിയ അളവിൽ കൊക്കെയിൻ എത്തിച്ചു. എങ്കിലും കാലിക്കാട്ടലും അധികനാൾ പിടിച്ചു നിന്നില്ല. 1990കളുടെ അവസാനത്തോടുകൂടി അവരുടെ പ്രമുഖ നേതാക്കളെയും പിടികൂടി. ക്രൂരതയുടെ വ്യാപ്തി, ഒരു തലമുറയുടെ നാശം. കാട്ടൽ യുഗം ക്രൂരതയുടെയും അഴിമതിയുടെയും ഭീകരതയുടെയും കാലഘട്ടമായിരുന്നു. കൊളംബിയയുടെ തെരുവുകളിൽ നിസ്സഹായരായ ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് യുവാക്കൾ മയക്കുമരുന്ന് അടിമത്വത്തിനിരയായി. തകർന്ന കുടുംബങ്ങൾ, ഭീകരമായ ബാല്യകാലം, ഭാവിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ജനത. കൊക്കെയിൻ വെറുമൊരു മയക്കുമരുന്നിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടനയെ നശിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറി. ഈ കാലഘട്ടം മനുഷ്യന്റെ അത്യാഗ്രഹവും ക്രൂരതയും എത്രത്തോളം ഭീകരമാകാമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. പണത്തിനു വേണ്ടി മനുഷ്യൻ സ്വന്തം സഹോദരങ്ങളെയും രാജ്യത്തെയും ഒറ്റിക്കൊടുക്കുന്ന കാഴ്ച. കൊക്കെയിൻ ഒരു രാജ്യത്തെ അതിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. മെഡലിൻ കാർട്ടലിന്റെയും എസ്കോബാറിന്റെയും കഥകൾ സിനിമകളിലും സീരീസുകളിലും പിന്നീട് ആവർത്തിക്കപ്പെട്ടു. അവരുടെ ജീവിതം പലർക്കും ഒരുതരം ആകർഷണമായി തോന്നി. എന്നാൽ ഈ കഥകൾക്ക് പിന്നിൽ ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരും ചോരയും ദുരിതങ്ങളും ഉണ്ടായിരുന്നു എന്നത് പലപ്പോഴും മറന്നുപോകാറുണ്ട്. കാട്ടൽ യുഗം അവസാനിച്ചു എന്ന് തോന്നിയാൽ പോലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കൊക്കെയിന്റെ ഉറവിടം ഇന്നും അവിടെയാണ്. പുതിയ കാട്ടലുകൾ, പുതിയ തന്ത്രങ്ങൾ, പുതിയ മുഖങ്ങളുമായി രംഗത്ത് വരുന്നു. മയക്കുമരുന്ന് വിരുദ്ധ യുദ്ധം എന്ന പേരിൽ ലോകം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ഈ യുദ്ധം കൂടുതൽ സങ്കീർണവും കൂടുതൽ രക്തരൂഷിതവുമായിരുന്നു.
കാർട്ടലുകളുടെ ഉദയവും പാബ്ലോ എസ്കോബാറിനെ പോലുള്ളവരുടെ ക്രൂരതയും കൊക്കെയ്ൻ വ്യാപനത്തിന്റെ ഭീകരതയും ലോകത്ത് ഞെട്ടിച്ചു. ഈ ഭീഷണി ഒരു രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറം വളർന്നപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം, അല്ലെങ്കിൽ വാർ ഓൺ ഡ്രഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആഗോള സംരംഭം ആരംഭിച്ചു. ഇതൊരു തരം പരമ്പരാഗത യുദ്ധമായിരുന്നില്ല, മറിച്ച് സങ്കീർണവും പലപ്പോഴും ഫലമില്ലാത്തതുമായ ഒരു സാമൂഹിക, രാഷ്ട്രീയ, സൈനിക ഓപ്പറേഷനായിരുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിന്റെ ആരംഭം. അമേരിക്കൻ നേതൃത്വം. 1970കളിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ മയക്കുമരുന്ന് പൊതുജനത്തിന്റെ നമ്പർ 1 ശത്രുവാണ് എന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് തുടക്കമിട്ടു. പിന്നീട് പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ കാലത്ത് ഇത് കൂടുതൽ ശക്തമായി. കൊക്കെയ്ൻ ഉപയോഗം അമേരിക്കൻ നഗരങ്ങളെ തകർക്കാൻ തുടങ്ങിയതോടെ ഈ പോരാട്ടത്തിന് വലിയ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചു. ഇല്ല എന്നു പറയുക എന്ന പ്രചാരണത്തിലൂടെ യുവതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഈ പോരാട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം മയക്കുമരുന്ന് ഉൽപ്പാദനം, വിതരണം, ഉപയോഗം എന്നിവർ ഇല്ലാതാക്കുക എന്നതായിരുന്നു. കൊക്കെയ്ന്റെ പ്രധാന ഉറവിടമായ ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കൊളംബിയ, പെറു, ബൊളീവിയ എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കുറയ്ക്കുക എന്നതായിരുന്നു പ്രധാന തന്ത്രം. അമേരിക്കൻ സർക്കാർ ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായും സൈനികമായും വലിയ സഹായങ്ങൾ നൽകി. കൊളംബിയയിലെ യുദ്ധം. പ്ലാൻ കൊളംബിയ. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലുതും വിവാദപരവുമായ പദ്ധതികളിലൊന്നായിരുന്നു പ്ലാൻ കൊളംബിയ. 1999 ആരംഭിച്ച ഈ പദ്ധതിക്കു കീഴിൽ അമേരിക്ക കൊളംബിയയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം നൽകി. സൈനിക പരിശീലനം, ഹെലികോപ്റ്ററുകൾ, ആധുനിക ആയുധങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. കൊക്കകൃഷി നശിപ്പിക്കുക, മയക്കുമരുന്ന് സംഘങ്ങളെ ഇല്ലാതാക്കുക, കൊളംബിയൻ സർക്കാരിനെ ശക്തിപ്പെടുത്തുക എന്നിവയായിരുന്നു പ്ലാൻ കൊളംബിയയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്കു കീഴിൽ കൊക്കകൃഷിയിടങ്ങളിൽ വ്യോമാക്രമണങ്ങളും രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള നശീകരണവും ഫ്യൂമിഗേഷൻ വ്യാപകമായി നടന്നു. ഗ്ലൈഫോസേറ്റ് പോലുള്ള രാസവസ്തുക്കൾ വിമാനങ്ങൾ ഉപയോഗിച്ച് കൊക്കത്തോട്ടങ്ങളിൽ തളിച്ചു. ആയിരക്കണക്കിന് ഹെക്ടർ കൊക്കകൃഷി നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് കൊക്കയിലകൾ മാത്രമല്ല, മറ്റു വിളകളെയും പരിസ്ഥിതിയെയും പ്രാദേശിക ജനത്തിന്റെ ആരോഗ്യത്തെയും ബാധിച്ചു. ഈ നശീകരണ പ്രവർത്തനങ്ങൾ കർഷകരുടെ ഉപജീവനത്തെയാണ് നേരിട്ട് ബാധിച്ചത്. പലർക്കും ഇത് വരുമാനം കണ്ടെത്താനുള്ള ഏക മാർഗമായിരുന്നു. കൊക്കകൃഷി ഉപേക്ഷിച്ച് മറ്റു വിളകളിലേക്ക് മാറാൻ അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിച്ചില്ല. ഇത് പലപ്പോഴും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും കർഷകരെ മയക്കുമരുന്ന് സംഘങ്ങളുമായി വീണ്ടും സഹകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരുതരം ദുഷിച്ച ചക്രം പോലെ അത് തുടർന്നു. മറ്റുള്ളവരുടെ ചെലവിൽ അയൽ രാജ്യങ്ങളിലേക്കുള്ള വ്യാപനം. ഒരു സ്ഥലത്ത് കൊക്കകൃഷി നശിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പുതിയ കൃഷിയിടങ്ങൾ ഉയർന്നു വന്നു. ഇതൊരു തരം ബലൂൺ ഇഫക്റ്റ് ആയിരുന്നു. കൊളംബിയയിൽ കർശനമായ നിയന്ത്രണങ്ങൾ വന്നപ്പോൾ കൊക്കകൃഷി പെറുവിലേക്കും ബൊളീവിയയിലേക്കും പിന്നീട് ഇക്വഡോറിലേക്കും വെനസ്വേലയിലേക്കും വ്യാപിച്ചു. ഈ രാജ്യങ്ങളിൽ കൊക്കകൃഷി കൂടുതൽ ശക്തമായി. ഇതോടെ മയക്കുമരുന്ന് സംഘങ്ങൾ പുതിയ റൂട്ടുകൾ കണ്ടെത്തുകയും അയൽ രാജ്യങ്ങളെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തു. മെക്സിക്കോ മയക്കുമരുന്ന് കടത്തിന്റെ ഒരു പ്രധാന ഇടനാഴിയായി മാറി. അമേരിക്കയിലേക്ക് കൊക്കെയ്ൻ കടത്തുന്നതിനുള്ള പ്രധാന കേന്ദ്രമായി മെക്സിക്കൻ കാർട്ടലുകൾ വളർന്നു. മെക്സിക്കോയിൽ മയക്കുമരുന്ന് യുദ്ധം അതിരൂക്ഷമായി. ആയിരക്കണക്കിന് ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ വ്യാപനം കൊക്കെയ്ൻ പ്രശ്നം ഒരു പ്രത്യേക രാജ്യത്തിന്റെ പ്രശ്നമല്ല എന്ന് തെളിയിച്ചു. അതൊരു ആഗോള പ്രതിഭാസമായിരുന്നു. ഒരു രാജ്യത്ത് പരിഹാരം കണ്ടെത്തുമ്പോൾ അത് മറ്റൊരു രാജ്യത്തേക്ക് പ്രശ്നത്തെ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. അഴിമതിയും കാപട്യവും. യുദ്ധത്തിന്റെ ഇരുണ്ട വശങ്ങൾ. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം പലപ്പോഴും അഴിമതിയുടെയും കൈക്കൂലിയുടെയും കളങ്ങളായി മാറി. നിയമപാലകരിൽ ചിലർ പോലും ഈ ശൃംഖലയുടെ ഭാഗമായി. കൊക്കെയ്ൻ സംഘങ്ങൾ രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സൈനികരെയും തങ്ങളുടെ വരുതിയിലാക്കി. പണത്തിന്റെ പ്രലോഭനം പലരെയും വീഴ്ത്തി. മയക്കുമരുന്ന് മാഫിയയേക്കാൾ വലിയ മാഫിയ ഭരണകൂടത്തിലുണ്ട് എന്ന് പലപ്പോഴും ആരോപണങ്ങളുയർന്നു. ഈ യുദ്ധത്തിലെ കാപട്യം പലപ്പോഴും ചർച്ചാ വിഷയമായി. ഒരു വശത്ത് കൊക്കെയ്ൻ ഉപയോഗത്തെ ശക്തമായി എതിർക്കുമ്പോൾ മറുവശത്ത് ചില ശക്തമായ രാജ്യങ്ങളിൽ കൊക്കെയ്ൻ ഉപയോഗം വർദ്ധിച്ചുവന്നു. ദരിദ്ര രാജ്യങ്ങളിലെ കർഷകരെയും കടത്തുകാരെയും ലക്ഷ്യം വെച്ചപ്പോൾ സമ്പന്ന രാജ്യങ്ങളിലെ ഉപഭോക്താക്കളെയും വിതരണക്കാരെയും കാര്യമായി ശ്രദ്ധിച്ചില്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി.
മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധം ഒരു ജനതയ്ക്കെതിരെയുള്ള യുദ്ധമായി മാറി എന്ന് സാമൂഹിക പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണാമേരിക്കയിലെ ആദിവാസി സമൂഹങ്ങൾ ഈ യുദ്ധത്തിന്റെ ഇരകളായി മാറി. അവരുടെ ഭൂമി നശിപ്പിക്കപ്പെട്ടു, അവരുടെ ജീവിതരീതികൾ തകർന്നു. ക്രൂരതയുടെ ആഴങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ. മയക്കുമരുന്ന് സംഘങ്ങളെ നേരിടാൻ വേണ്ടി പല രാജ്യങ്ങളിലും സൈനിക ശക്തി ഉപയോഗിച്ചു. ഇത് പലപ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കാരണമായി. നിരപരാധികളെ അറസ്റ്റ് ചെയ്യുക, പീഡിപ്പിക്കുക, നിയമപരമായ ന്യായ നടപടികളില്ലാതെ തടവിലാക്കുക, ഇതെല്ലാം സാധാരണമായി. മയക്കുമരുന്ന് മാഫിയകളും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടു. കൊളംബിയയിലെ ഫാൽസസ് പോസിറ്റീവോസ് പോലുള്ള സംഭവങ്ങൾ ഈ ക്രൂരതയുടെ ആഴം കാണിക്കുന്നു. സൈനികൾക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നിരപരാധികളായ ആളുകളെ മയക്കുമരുന്ന് കച്ചവടക്കാരായി ചിത്രീകരിച്ച് കൊല്ലപ്പെടുത്തുകയും പിന്നീടവരെ മയക്കുമരുന്ന് കടത്തുകാരായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കി. സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കി. ബില്യൺ കണക്കിന് ഡോളർ ഈ പോരാട്ടത്തിനായി ചിലവഴിച്ചു. എന്നാൽ അതിന്റെ ഫലം പലപ്പോഴും തൃപ്തികരമായിരുന്നില്ല. മയക്കുമരുന്ന് വിപണി കൂടുതൽ ശക്തവും സങ്കീർണവുമായി വളർന്നു. സാമൂഹികമായും വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. കുടുംബങ്ങൾ തകർന്നു, കുട്ടികൾ അനാഥരായി, സമൂഹത്തിൽ അവിശ്വാസം വളർന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു, ജയിലുകൾ നിറഞ്ഞുകവിഞ്ഞു. പല രാജ്യങ്ങളിലും മയക്കുമരുന്ന് പ്രശ്നം ഒരുതരം സാമൂഹിക രോഗമായി മാറി. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങൾ ലോകമെമ്പാടും അരങ്ങേറിയപ്പോഴും കാർട്ടലുകൾ ശക്തമായ പ്രതിരോധം തീർത്തപ്പോഴും കൊക്കൈൻ പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടില്ല. പുതിയ സഹസ്രാബ്ദം ആരംഭിച്ചപ്പോൾ കൊക്കൈൻ അതിന്റെ മുഖം മാറ്റിയെടുത്തു. ഭീകരമായ കാർട്ടൽ യുദ്ധങ്ങളിൽ നിന്ന് അത് കൂടുതൽ സൂക്ഷ്മവും അദൃശ്യവുമായ രൂപങ്ങളിലേക്ക് മാറി. ലോകത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങളോട് ചേർന്ന് അതിന്റെ സ്വാധീനവും വിതരണ ശൃംഖലകളും പരിണമിച്ചു. അതിന്നുമൊരു സാമൂഹിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു, ഒരുപക്ഷേ മുൻപത്തേക്കാൾ സങ്കീർണമായ രൂപത്തിൽ. ആഗോളവൽക്കരണവും സാങ്കേതികവിദ്യയും പുതിയ വിതരണമാർഗങ്ങൾ. 21ാം നൂറ്റാണ്ട് സാങ്കേതികവിദ്യയുടെയും ആഗോളവൽക്കരണത്തിന്റെയും കാലഘട്ടമാണ്. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ മാർഗങ്ങൾ, ഇതെല്ലാം കൊക്കൈന്റെ വിതരണ ശൃംഖലയെ കൂടുതൽ സങ്കീർണവും കണ്ടെത്താൻ പ്രയാസമുള്ളതുമാക്കി. ഡാർക്ക് വെബ് എന്നറിയപ്പെടുന്ന ഇന്റർനെറ്റിന്റെ മറഞ്ഞിരിക്കുന്ന ഭാഗത്ത് മയക്കുമരുന്ന് വിൽപ്പന സാധാരണമായി. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ കൊക്കൈൻ വാങ്ങാൻ ഇത് അവസരം നൽകി. ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം ഇടപാടുകൾ കൂടുതൽ രഹസ്യമാക്കി. വിതരണ ശൃംഖലകൾ കൂടുതൽ വികേന്ദ്രീകൃതമായി. വലിയ കാർട്ടലുകൾക്ക് പകരം ചെറിയ, കൂടുതൽ ചലനാത്മകമായ സംഘങ്ങൾ ഉയർന്നുവന്നു. അവർക്ക് വേഗത്തിൽ മാറാനും നിയമപാലകരെ കബളിപ്പിക്കാനും കഴിഞ്ഞു. കൊക്കൈൻ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ തുടങ്ങി. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊക്കൈൻ കടത്തുന്നതിനുള്ള പ്രധാന ഇടനാഴിയായി പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറി. ഇത് ഈ രാജ്യങ്ങളിൽ പുതിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമായി. ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ, അന്തർവാഹിനികൾ, സ്വകാര്യ വിമാനങ്ങൾ. സാങ്കേതികവിദ്യയുടെ വളർച്ച മയക്കുമരുന്നു കടത്തുകാർക്ക് കൂടുതൽ നൂതനമായ മാർഗങ്ങൾ നൽകി. കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ചെറിയ ബോധരഹിത ഡ്രോണുകൾ പോലും ഉപയോഗിക്കപ്പെട്ടു. മയക്കുമരുന്നു മാഫിയകൾക്ക് അത്യാധുനിക സാങ്കേതികവിദ്യയിലേക്ക് പ്രവേശനം ലഭിച്ചു. സാമൂഹിക സ്വാധീനം, ഫാഷനും സ്റ്റാറ്റസും. കൊക്കൈൻ ഉപയോഗം ഒരു നിരോധിത ലഹരി വസ്തുവെന്നതിൻ്റെ അപ്പുറം ചില സാമൂഹിക വിഭാഗങ്ങളിൽ ഒരു സ്റ്റാറ്റസ് സിംബിളായി വീണ്ടും ഉയർന്നുവന്നു. ആഡംബര പാർട്ടികളിലും നിശാക്ലബ്ബുകളിലും, പ്രത്യേകിച്ച് സമ്പന്നർക്കിടയിൽ കൊക്കൈൻ ഉപയോഗം സാധാരണമായി. ഇത് ധനികരുടെ ജീവിതശൈലിയുടെ ഭാഗമായി ചിത്രീകരിച്ചപ്പെട്ടു. സംഗീതത്തിലും സിനിമയിലും കൊക്കൈൻ പലപ്പോഴും ഒരു ആകർഷകമായ വില്ലനായി അല്ലെങ്കിൽ ഒരു പ്രലോഭനമായി അവതരിപ്പിക്കപ്പെട്ടു. ഇത് ചിലപ്പോൾ അതിന്റെ യഥാർത്ഥ അപകടങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ടാക്കി. റാപ്പ് സംഗീതത്തിലും ഹിപ്ഹോപ്പ് സംസ്കാരത്തിലും ലഹരിവസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സാധാരണമായി. ഇത് യുവതലമുറയെ ആകർഷിക്കുകയും മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ ഒരുതരം കൂളായ കാര്യമായി ചിത്രീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിലൊളിഞ്ഞിരിക്കുന്നത് പഴയ അതേ യാഥാർത്ഥ്യമാണ്. അടിമത്തം, തകർന്ന കുടുംബങ്ങൾ, വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ. പഴയതുപോലെ പുതിയ തലമുറകളും ഇതിനടിമപ്പെട്ടു. ലഹരിയുടെ കരാളഹസ്തങ്ങൾ ജീവിതങ്ങളെ കീഴ്മേൽ മറിച്ചു. ചെറുപ്പക്കാർ പെട്ടെന്ന് പണമുണ്ടാക്കാൻ കൊക്കൈൻ വിപണിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. പൊതുജനാരോഗ്യ വെല്ലുവിളികൾ, അടിമത്തവും ചികിത്സയും. ആധുനിക കാലത്തും കൊക്കൈൻ അടിമത്തം ഒരു പൊതുജനാരോഗ്യ വെല്ലുവിളിയായി തുടരുന്നു. ശാരീരികമായ ദൂഷ്യഫലങ്ങൾക്ക് പുറമെ
കടുത്ത മാനസിക പ്രശ്നങ്ങളും ഹൃദ്രോഗവും പക്ഷാഘാതം പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനു കാരണമാകുന്നു. കൊക്കൈൻ ഉപയോഗിക്കുന്നവരിൽ വിഷാദം, ഉത്കണ്ഠ, സൈക്കോസിസ് അഥവാ മാനസിക വിഭ്രാന്തി എന്നിവ സാധാരണമാണ്. ചികിത്സാരീതികൾ മെച്ചപ്പെട്ടിട്ടും കൊക്കൈൻ അടിമത്വം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മുക്തി നേടാൻ വളരെ പ്രയാസമാണ്. പുനരധിവാസ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ്, മരുന്നുപയോഗിച്ചുള്ള ചികിത്സകൾ എന്നിവ ലഭ്യമാണ്. എന്നാൽ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടുപിടുത്തവും നിയമനിർമ്മാണവും തുടരുന്ന പോരാട്ടം. ആധുനിക യുഗത്തിലും ലോകമെമ്പാടുമുള്ള നിയമപാലകർ കൊക്കൈൻ കടത്തലിനെതിരെ പോരാടുകയാണ്. എല്ലാ വർഷവും ടൺ കണക്കിന് കൊക്കൈൻ പിടിച്ചെടുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സഹകരണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മയക്കുമരുന്ന് സംഘങ്ങൾ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തുന്നു. അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുമ്പോൾ കടത്തുകാർ പുതിയ റൂട്ടുകൾ കണ്ടെത്തുന്നു. ഇതൊരു തരം ഒളിച്ചുകളിയാണ്. ലഹരി വസ്തുക്കളെ സംബന്ധിച്ചുള്ള നയങ്ങളിൽ പല രാജ്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായി കാണുന്നതിനു പകരം രോഗികളായി കണ്ട് ചികിത്സ നൽകുക എന്ന കാഴ്ചപ്പാട് വളർന്നുവരുന്നു. പോർച്ചുഗൽ പോലുള്ള രാജ്യങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകരമല്ലാതാക്കി ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകി. ഇത് മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചുവെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ കൊക്കൈനെ പൂർണ്ണമായി നിയമവിധേയമാക്കുന്നതിനെക്കുറിച്ച് പല രാജ്യങ്ങളിലും ഇന്നും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് നിയമാനുസാദമാക്കിയാൽ മയക്കുമരുന്ന് സംഘങ്ങളെ ഇല്ലാതാക്കാമെന്ന് ചിലർ വാദിക്കുമ്പോൾ മറ്റു ചിലർ ഇത് ലഹരി ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നും വാദിക്കുന്നു. കൊക്കൈന്റെ ഭാവിയും വെല്ലുവിളികളും. ഇന്ന് കൊക്കൈൻ ഒരു ആഗോള പ്രശ്നമായി തുടരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ കർഷകർ ഇന്നും കൊക്ക കൃഷി ചെയ്യുന്നു. കാരണം അവർക്ക് മറ്റു മാർഗങ്ങളില്ല. മയക്കുമരുന്ന് മാഫിയകൾ ഇപ്പോഴും ശക്തമാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ തങ്ങളുടെ വ്യാപാരം വിപുലീകരിക്കുന്നു. ലോകമെമ്പാടുമുള്ള നഗരങ്ങളിൽ ആളുകൾ കൊക്കൈൻ ഉപയോഗിക്കുന്നു. ഈ കാലഘട്ടം മനുഷ്യന്റെ ആസക്തിയും അത്യാഗ്രഹവും അധികാരത്തോടുള്ള ദാഹവും ഒരു സസ്യത്തെ എങ്ങനെ ഒരു ആഗോള വിപത്തായി മാറ്റി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ആധുനിക ലോകം ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടും? പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെയും ചികിത്സാരീതികളിലൂടെയും സാമൂഹിക അവബോധത്തിലൂടെയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അതോ കൊക്കയുടെ ഇരുണ്ട സ്വാധീനം ഇനിയും ഒരുപാട് കാലം ലോകത്ത് നിലനിൽക്കുമോ? കൊക്കയുടെ കഥ വെറുമൊരു സസ്യത്തിന്റെ കഥയില്ല, അത് മനുഷ്യന്റെ കഥയാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ, ആസക്തികളുടെ, അധികാരത്തിനായുള്ള ദാഹത്തിന്റെ കഥ. ആൻഡസ് പർവ്വതനിരകളിലെ പുരാതന ഇൻകാ സംസ്കാരത്തിന്റെ വിശുദ്ധ ഇലയിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും മാരകമായ ലഹരി വസ്തുക്കളിലൊന്നായി അത് രൂപാന്തരപ്പെട്ടത് നമ്മുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും മനുഷ്യന്റെ തിരഞ്ഞെടുപ്പുകളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും എങ്ങനെ ഒരു സസ്യത്തെ ഒരു ആഗോള ശാപമാക്കി മാറ്റിയെന്ന് നാം കണ്ടു. കൊക്കൈന്റെ കഥയുടെ കാതൽ മനുഷ്യന്റെ ആർത്തിയാണ്. ഇൻകാ ജനതയ്ക്ക് അതൊരു വിശുദ്ധ സസ്യമായിരുന്നു. പ്രകൃതിയോടും ദൈവങ്ങളോടുമുള്ള അവരുടെ ബന്ധത്തിന്റെ പ്രതീകം. അവരത് ഉപയോഗിച്ചത് ജീവിതം മെച്ചപ്പെടുത്താനും ആത്മീയമായ ഉണർവിനും കഠിനാധ്വാനം ചെയ്യാനുള്ള ഊർജത്തിനും വേണ്ടിയായിരുന്നു. അവിടെ ലാഭക്കൊതിയോ ചൂഷണമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂറോപ്യൻ കോളനിവൽക്കരണം ആ വിശുദ്ധിക്ക് കളങ്കം ചാർത്തി. പാശ്ചാത്യലോകം കൊക്കൈനെ ഒരു മരുന്നായി കണ്ടപ്പോൾ പോലും അതിന്റെ പിന്നിൽ അത്ഭുത രോഗശാന്തിയെക്കുറിച്ചുള്ള മിഥ്യാബോധവും വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ബുദ്ധിജീവികൾ അതിനെ വാഴ്ത്തി. കാരണം അതിന്റെ ഉത്തേജക ഗുണങ്ങൾ അവരെ ആകർഷിച്ചു. കൊക്കക്കോള അതിനൊരു വാണിജ്യ ഉൽപ്പന്നമാക്കി മാറ്റി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് ലഭ്യമാക്കി. ഇവിടെയെല്ലാം മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാനും അത്ഭുത ശക്തികളെ സ്വന്തമാക്കാനും ശ്രമിച്ചു. എന്നാൽ ആധുനിക കൊക്കൈന്റെ കഥ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് മെഡലിൻ കാട്ടലിലൂടെയാണ്. പാബ്ലോ എസ്കോബാറിനെ പോലുള്ളവർക്ക് കൊക്കൈൻ വെറുമൊരു ലഹരി വസ്തുവായിരുന്നില്ല, അതൊരു അധികാരം നേടാനുള്ള ആയുധമായിരുന്നു. കോടിക്കണക്കിന് ഡോളർ, രാജ്യങ്ങളെ ഭരിക്കാനുള്ള കഴിവ്, നിയമങ്ങളെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെഴുതാനുള്ള ധൈര്യം, ഇതെല്ലാം അവർക്ക് കൊക്കൈൻ നൽകി. ഈ അധികാരത്തിന്റെ യാത്രയിൽ അവർ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നു, രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി, സമൂഹങ്ങളെ തകർത്തു. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഏറ്റവും ഭീകരമായ രൂപമാണ് കാട്ടൽ യുഗം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. കൊക്കയില ഒരു വിശുദ്ധ സസ്യമെന്ന നിലയിൽ നിന്ന് ഒരു ആഗോള ശാപമായി മാറിയത് മനുഷ്യന്റെ ഇടപെടൽ കാരണമാണ്. ശാസ്ത്രം അതിനെ ശുദ്ധീകരിച്ചെടുത്തപ്പോൾ അതിന്റെ ശക്തി അനിയന്ത്രിതമായി. വ്യവസായം അതിനെ ഉൽപ്പന്നമാക്കിയപ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങൾ മറച്ചുവെച്ചു. കുറ്റകൃത്യ ലോകം അതിനെ ഏറ്റെടുത്തപ്പോൾ അത് രക്തത്തിലും കണ്ണുനീരിലും കുതിർന്നു. മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങൾ ഈ ശാപത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും അത് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. കൊക്ക കൃഷി നശിപ്പിച്ചപ്പോൾ കർഷകർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി.
അതിർത്തികൾ അടച്ചപ്പോൾ പുതിയ കടത്തൽ മാർഗങ്ങൾ രൂപപ്പെട്ടു. ഇതൊരു തരത്തിൽ തീരാത്ത യുദ്ധമാണ്, ഒരുതരം ദുഷിച്ച ചക്രം. ഈ യുദ്ധത്തിൽ പലപ്പോഴും യഥാർത്ഥ ഇരകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും കൊക്ക കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകരും ഈ സംഘർഷങ്ങളിൽ കുടുങ്ങിയ നിരപരാധികളായ ജനങ്ങളുമാണ്. അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു, അവരുടെ ജീവിതം തകർന്നു. കൊക്കൈൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിലെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അധികാരത്തോടുള്ള ദാഹം, സമ്പത്തിനോടുള്ള ആർത്തി, പെട്ടെന്നുള്ള സന്തോഷത്തിനായുള്ള അന്വേഷണം, ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ അന്തർലീനമായ കാര്യങ്ങളാണ്. കൊക്കൈൻ ഒരു പ്രതീകം മാത്രമാണ്. അത് മനുഷ്യന്റെ ദുർബലതകളെ മുതലെടുക്കുകയും അതിൻ്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻകാ സംസ്കാരത്തിൽ അതൊരു അനുഗ്രഹമായിരുന്നെങ്കിൽ ഇന്നത് ഒരു ആഗോള ദുരന്തമാണ്. ഈ മാറ്റം സംഭവിച്ചത് കൊക്കയിലയുടെ സ്വഭാവം മാറിയതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മാറിയതുകൊണ്ടാണ്. നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? നിരോധനം കൊക്കൈനെ ഇല്ലതാക്കുമോ? അതോ പുതിയ വെല്ലുവിളികളുമായി അത് വീണ്ടും ഉയരുമോ? മയക്കുമരുന്ന് ഉപയോഗത്തെ ഒരു ആരോഗ്യ പ്രശ്നമായി കണ്ട് ചികിത്സ നൽകുകയാണോ വേണ്ടത്? അതോ കർശനമായ നിയമങ്ങളുടെയും ശിക്ഷകളുടെയും അതിനെ ഇല്ലാതാക്കാനാണോ ശ്രമിക്കേണ്ടത്? ആൻഡസിലെ വിശുദ്ധ പർവ്വതനിരകളിൽ നിന്ന് വെടിമരുന്നിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധമുള്ള നഗരങ്ങളിലേക്ക് കൊക്കൈൻ്റെ കഥ മനുഷ്യൻ്റെ കഥയുടെ ഒരു കണ്ണാടിയാണ്. അത് നമ്മുടെ ശക്തികളെയും ദൗർബല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു, നമ്മുടെ അത്യാഗ്രഹത്തെയും നന്മ ചെയ്യാനുള്ള കഴിവുകളെയും. ഈ സസ്യത്തിൻ്റെ കഥ മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ അവസാനമില്ലാത്ത ദാഹത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. അധികാരത്തിനും പണത്തിനും പെട്ടെന്നുള്ള ആസ്വാദനത്തിനും വേണ്ടി മനുഷ്യൻ എന്തു ചെയ്യാനും മടിക്കില്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊക്കൈൻ എന്ന ശാപം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ അത് മനുഷ്യരാശിയുടെ കൂടി എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു ഇരുണ്ട നിഴലായിരിക്കാം. വിശുദ്ധ പർവ്വതങ്ങളിൽ നിന്ന് ചോരയിൽ കുതിർന്ന നഗരങ്ങളിലേക്ക് കൊക്കൈൻ്റെ കഥ നമ്മുടേതാണ്. അധികാരത്തിനായുള്ള നമ്മുടെ വിശപ്പും അതിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മയും. ഈ കഥയുടെ ഓരോ അധ്യായവും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ടു പോകുന്നു? ഈ ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ തുടരുന്നു.